ഗൗതം ഗംഭീർ ടെസ്റ്റ് പരിശീലന സ്ഥാനത്ത് നിന്നെങ്കിലും മാറേണ്ടതുണ്ട് എന്നൊരു തോന്നൽ, അങ്ങനെ ചിന്ത ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ, എസ്പെഷ്യലി പിച്ചുകൾ. കാരണം ന്യൂസിലാൻഡ് സീരീസിൻ്റെ 3-0 തോൽവി ശേഷം അദ്ദേഹം ഏറ്റവും ഒരു തീരുമാനം എടുക്കേണ്ട പിച്ചുകൾ എങ്ങനെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ ടീം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ട്രാൻസിഷൻ ഫേസിലാണ് പോകുന്നത്, എസ്പെഷ്യലി ബാറ്റിംഗ് യൂണിറ്റ്. ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഇൻഎക്സ്പീരിയൻസും യങ്സ്റ്റേഴ്സും എക്സെട്ര ആണ്. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ ഒരു റാങ്ക് ടേണേഴ്സ് അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തീരുന്ന പിച്ചുകൾ കൊടുക്കുമ്പോൾ അവർക്കും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയായിരിക്കും അവർക്കും ഉണ്ടാകുന്നത്. അതും ബോളിങ്ങിനുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലത്തെ പിച്ചുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ പറയുന്നത് ഈ ബോളേഴ്സിനെ കൊണ്ട് 20 വിക്കറ്റ് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു തോന്നലായിരിക്കും ബോളേഴ്സിനും ഉണ്ടാകുന്നത്. കാരണം അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ കഴിയുന്ന പിച്ചുകൾ കൊടുക്കില്ലല്ലോ. അപ്പോൾ ആ പിച്ചുകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ. ഇപ്പോൾ 2024 ഇംഗ്ലണ്ട് ഇന്ത്യ വന്നിട്ടുണ്ടായിരുന്നു, 5 ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിലെ പിച്ചും ഇപ്പോൾ ന്യൂസിലാൻഡ് സീരീസ് കൊടുത്ത പിച്ചും സൗത്ത് ആഫ്രിക്കയിൽ ഫസ്റ്റ് ടെസ്റ്റ് കൊടുത്ത പിച്ചും ഒരുപാട് വ്യത്യാസമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റ് മാച്ചും 3 അല്ലെങ്കിൽ 4 ദിവസം, അല്ലെങ്കിൽ ചില ടെസ്റ്റ് 5 ദിവസം പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ രാജ്കോട്ട് ടെസ്റ്റ് ആയാലും ധർമ്മശാല ടെസ്റ്റ് എക്സെട്ര ആയി നോക്കിയാൽ എല്ലാ ടെസ്റ്റും മികച്ച ഒരു 1-ാം ഇന്നിങ്സ് സ്കോർ അല്ലെങ്കിൽ 2-ാം ഇന്നിങ്സ് സ്കോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും 2024 ന്യൂസിലാൻഡ് സീരീസ് കൊടുത്ത പിച്ചും ഈ ഫസ്റ്റ് ടെസ്റ്റ് ഈഡൻ ഗാർഡൻസ് കൊടുത്ത പിച്ചും ഒരുപാട് വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് ഗൗതം ഗംഭീർ ശരിക്കും മാറ്റേണ്ടതും. ആ ചിന്താഗതി, ഒരു നല്ല പിച്ചുകളാണ് ഇന്ത്യൻ കളിക്കാർക്ക് പ്രത്യേകിച്ച് ഈ ട്രാൻസിഷൻ ഫേസ് കൊടുക്കേണ്ടത്. നല്ല പിച്ചുകൾ കളിച്ചാൽ ഇപ്പോൾ നമ്മൾ ബോളിങ്ങിലോട്ട് നോക്കുകയാണെ ബൂംറയുണ്ട്, സിറാജ് ഉണ്ട്, ജഡേജ ഉണ്ട്, വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്. ഈ ബോളിംഗ് കൊണ്ട് ഏത് ടീമായാലും ഹോം കണ്ടീഷൻ വരുമ്പോൾ 20 വിക്കറ്റ് സുഖമായിട്ട്. ചിലപ്പോൾ അവർ ഒരു 300 അല്ലെങ്കിൽ 350 കൊടുത്തു കാണും. അപ്പോൾ ഇവർ 350 കൊടുക്കുവാണെങ്കിൽ ഇന്ത്യൻ ബാറ്റേഴ്സിന് സുഖമായിട്ട് 450 അല്ലെങ്കിൽ 500 അടിക്കാൻ പറ്റും. കാരണം ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ ഉണ്ട്, ശുഭ്മൻ ഗില്ലുണ്ട്, KL രാഹുലുണ്ട്, ഋഷഭ് പന്തുണ്ട്, ധ്രുവ് ജുവലുണ്ട്, ജഡേജ ഉണ്ട്, പിന്നെ അക്ഷർ പട്ടേലുണ്ട്, വാഷിംഗ്ടൺ സുന്ദറുണ്ട്. ബാറ്റിംഗ് യൂണിറ്റ് നമ്പർ 8, നമ്പർ 9 വരെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു യങ്, പ്രത്യേകിച്ച് കോൺഫിഡൻസ് ഉള്ള യങ് ടാലൻസ് ഉള്ളപ്പോൾ എന്തിനാണ് ഇതുപോലത്തെ പിച്ചുകൾ കൊടുക്കുന്നത്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം.